ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വീഡിയോയുമായിട്ടാണ്. ആക്ച്വലി ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബിഫോർ എങ്ങനെയായിരുന്നു എൻ്റെ റൂം കിടന്നിരുന്നത് എന്നുള്ളൊരു വീഡിയോയും ഒരു ഇൻട്രോ വീഡിയോയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായി. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് ശേഷം ഞാൻ റൂം ക്ലീൻ ചെയ്യുന്ന പോർഷൻസാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇടേണ്ടതെന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, ഞാൻ അതനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എൻ്റെ റൂമെന്ന് പറയുന്നത് ഓരോ സാധനം എടുത്തെടുത്ത് വെക്കണമല്ലോ. അപ്പം ഞാനത് ചെയ്യാത്തത് കൊണ്ട് എല്ലാം വലിച്ചു വാരിയിട്ടൊക്കെ കിടക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെയ്ത ഫങ്ഷൻസിന് വേണ്ടിയിട്ട് എല്ലാ ക്രീമുകളും അങ്ങനെ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് എല്ലാം അവിടെ കിടക്കുകയാണ്. കട്ടിലിലൊക്കെ സാധനങ്ങൾ ഫുൾ എടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ടേബിൾ വന്നു. ടേബിളിലെ സാധനങ്ങളും എൻ്റെ ഡിഗ്രിയുടെയും പി ജിയുടെയും പിന്നെ കുറച്ച് ബുക്സും പുസ്തകങ്ങളും എല്ലാം കിടപ്പുണ്ട്. പിന്നെ ഞാൻ തലയിലിട്ട സ്ലൈഡുകൾ എല്ലാം ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ബുക്കുകളും പുസ്തകങ്ങളും എല്ലാം മാറ്റി സ്ലൈഡുകളെല്ലാം ഡപ്പയ്ക്കകത്താക്കി എൻ്റെ ടേബിൾ ഞാനൊന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് അതെല്ലാം മുകളിലുണ്ടായിരുന്ന എല്ലാ വേസ്റ്റുകളും താഴെ ഇട്ടതിന് ശേഷം ഞാനതെല്ലാം ഒരു സൈഡിലേക്ക് ഓരോ സൈഡിൽ നിന്ന് ഓരോന്നും തൂത്തുവാരി. കണ്ടോ എൻ്റെ നിലത്ത് വേസ്റ്റ് കണ്ടോ? എല്ലാ വേസ്റ്റുകളും അവിടെ ഉണ്ട്. അതെല്ലാം ഒന്ന് തൂത്ത് വാരി അതൊരു സൈഡിലേക്ക് ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ ഓർത്തു ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിതെല്ലാം മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നേരത്തെ ഞാൻ കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിൽ. അപ്പം എനിക്കൊരു ബിസിനസ് ഉണ്ട് ജ്വല്ലറിയുടെ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിച്ച ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓർത്തു അതെൻ്റെ ടേബിളിലായിട്ട് വെക്കാമെന്ന്. കാരണം ടേബിൾ ഫുൾ വേറൊരു കളറാണ്. അപ്പം ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാനത് അതിൻ്റെ സ്റ്റിക്കറൊക്കെ മാറ്റി അത് ടേബിളിൽ കണക്ട് ചെയ്തു, ഒട്ടിച്ചു. അതിന് ശേഷം ഞാൻ എല്ലാ സാധനങ്ങളും ബുക്കും പുസ്തകങ്ങളും എല്ലാം എടുത്ത് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ബാക്കി വന്നിരുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ട്. ആദ്യം ഒരു റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ റോസ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ ഒരു ഭംഗിയില്ല റൂമിന്. അപ്പോൾ ഞാൻ ഓർത്ത് അതെല്ലാം മാറ്റാമെന്ന്. അങ്ങനെ എൻ്റെ റൂം ക്ലീനാക്കി പഴയതിനേക്കാൾ അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. മുകളിലിരിക്കുന്ന എൻ്റെ ബി എഡ് കാലത്തെ ചാർട്ടുകളും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഭയങ്കര വേസ്റ്റായിട്ട് കിടന്നിരുന്ന എൻ്റെ ബെഡ് ഞാൻ ക്ലിയറാക്കി ടേബിളാക്കി. എനിക്ക് ടേബിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം കണ്ടോ എൻ്റെ ടേബിളൊരു വൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലൊരു ലുക്കൊക്കെ ആയി. അപ്പം എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.